Good morning, dear students. Today we are going to see about the entrepreneurial development programs. Okay, so we are coming to the almost last part of the first chapter. So now we will see what is the importance and what is the meaning of entrepreneurial development programs. എന്തിനു വേണ്ടിയിട്ടാണ് ഈ EDP നടത്തുന്നത് എന്നുള്ളതാണ്. Okay, അപ്പോൾ EDP കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ there is a saying that entrepreneurs are the products of nature, nurture and the culture. Entrepreneurs എന്ന് പറയുന്നത് it is മൂന്ന് കാര്യങ്ങളുടെ പ്രോഡക്റ്റാണ്. എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് നേച്ചർ, നിങ്ങൾക്കറിയാം പ്രകൃതി, മറ്റൊന്ന് നർച്ചർ ഡെവലപ്മെൻറ്റ്, മറ്റൊന്ന് നമ്മുടെ കൾച്ചർ. സോ ഫ്രം വാട്ട് വി ആർ എന്നുള്ളത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീടുകളിലുള്ള ശീലം അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ്, അതിൽ നിന്നുണ്ടാവുന്നതായിരിക്കാം, പ്രകൃതിയിൽ നിന്ന് വരുന്നതായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഓൺടർപ്രണേഴ്സ് ആർ ദി പ്രോഡക്റ്റ് ഓഫ് നേച്ചർ, നർച്ചർ ആൻഡ് കൾച്ചർ എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദ നേച്ചർ ആൻഡ് ദ culture, the role of nurture is very important for human resource development because nurturing എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ HR development. The term nurture here implies the training intervention. This is a real endeavor towards entrepreneurial development. The myth that entrepreneurs are born and not made no longer holds good. പഴയ കാലത്ത് നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, entrepreneurs are born and not made എന്നുള്ളത്. ഇവരൊക്കെ ജന്മനുള്ള entrepreneurs ആണ്, അല്ലെങ്കിൽ ബൈ ബർത്ത് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ബിസിനസ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ബിസിനസ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ ബിസിനസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആൻ ഓൾഡ് സേയിങ് ബിക്കോസ് nowadays we can create entrepreneurs. അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. So how we can make entrepreneurs, how we can create entrepreneurs, that is how we are going to do it or achieve it through proper training. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ entrepreneurs are not born, entrepreneurs are made എന്നുള്ളത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി എന്താണ് EDP പ്രോഗ്രാമിനെ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? comprehensive development of trainees as entrepreneurs. അതായത് പറഞ്ഞത്, നമ്മൾ entrepreneurs ആയിട്ട് നമ്മൾ ഓരോരുത്തരെ ഡെവലപ്പ് ചെയ്യാണ്. we are giving proper training to them. We are finding out the unemployed graduates, young youth people. നിങ്ങൾക്കറിയാം, ഇന്ന് പല ആൾക്കാരും അല്ലെങ്കിൽ പല ക്രൈമിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, if you are looking at their age limit, we can see them that is 17, 18, 19, 20, 23 വരയ്ക്കുമുള്ള ആൾക്കാരാണ്. 23, 24 ഇയേഴ്സിനുള്ളിലുള്ള ആൾക്കാരാണ്. 17 ഇയേഴ്സിൽ തുടങ്ങാണ് to enter into the crime mentality. So how they are doing it? അവരെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോണത്? First of all, a person should always keep him busy. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് അത്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ബിസിയാക്കി വയ്ക്കുക. ബിസിയാക്കി വയ്ക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. വി ഹാവ് ടു സംഹൗ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ സംതിങ് ബിക്കോസ് ദാറ്റ് മേക്സ് യു ഫ്രീ ഫ്രം ഓൾ അതർ തിങ്സ് which are irrelevant. അപ്പോൾ നമ്മൾ
നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും ബിസി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ ആക്റ്റീവാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചിന്ത വരില്ല. കാരണം നമുക്ക് നേരമില്ല, നമുക്ക് ഇഷ്ടംപോലെ വർക്ക്, നമുക്ക് നമ്മളെ തന്നെ ആക്റ്റീവാക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വിൽ നോട്ട് ഗോ ഇൻ ദി റോങ് വേ എന്നുള്ളതാണ്. സോ കീപ്പിംഗ് അവർ സെൽഫ് ബിസി, മേക്കിംഗ് അവർ സെൽഫ് ഓൾവേസ് ബിസി എന്നുള്ളത് പല അൺനെസസറി കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രീ ആക്കി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് നമുക്കൊരു അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കൊരു ഗോളുണ്ട്, നമുക്ക് കാര്യങ്ങളുണ്ട്. സോ നമ്മൾ ആ ഒരു ട്രാക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യത്തിനും നമ്മൾ ഇത് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ പ്ലസ് ടു തോറ്റിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എന്തായാലും കിട്ടിയിട്ടില്ല, ഇനി പഠിക്കണ്ട. സോ ദേ ആർ സെറ്റിംഗ് അപ്പ് ദെയർ മൈൻഡ് ഇൻ സച്ച് എ വേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവണേ? ദേ ആർ ഫോമിങ് ആസ് എ ഗാങ് വിത്ത് ദി ലോക്കൽ പീപ്പിൾ, സിംപ്ലി സിറ്റിംഗ്, they don't have any work, just sitting or just seeing the mobile. Okay, so if they want to get a higher grade mobile ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ they എന്തെങ്കിലും ഒരു ഇല്ലീഗൽ പ്രാക്ടീസിലേക്ക് ഒന്നും വേണ്ട, ഈ ഒരു സാധനം അവിടെ എത്തിച്ചാൽ മതി. എന്ത് സാധനമാണ് നമ്മൾ എത്തിക്കണം, എന്താണ് നമ്മൾ ചെയ്യണത്, വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇയാളൊരു പാക്കറ്റ് തരും, നീ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, തരുന്ന കാശ് നീ മേടിച്ചോ. അതല്ലാന്നുണ്ടെങ്കിൽ തരുന്ന കാശിൻ്റെ പകുതി നീ എടുത്തു. ദിസ് ഈസ് ദ ഡീൽ. സോ ദോസ് പീപ്പിൾ, ദേ ആർ ജസ്റ്റ് നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് ആൻഡ് ദേ ആർ ജസ്റ്റ് സെയിങ് 50-50. So what risk is there? We are going, we are taking this and we are handing over it to that particular person and we are coming back with the amount which he has given and we are taking it 50-50. That's a huge sum of amount. So they are not bothered about what they are doing. That is what they are entering into the crime. So this is the way. And sometimes they are going for other practices also. So ingane, it is young plus 2 വരെയും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് യങ് ഗ്രാജുവേറ്റ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, അവരാണ് യങ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത്. പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ദേ ഹാവ് കംപ്ലീറ്റഡ് ദ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദേ നോ ദ ബേസ്, ദേ ആർ ഹാവിങ് ദ ലാംഗ്വേജ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ സെയിങ്. But still, they are not having the ability to think what they are doing. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ തന്നെ ബിസി ആക്കാനായിട്ട് വിട്ടുപോകുന്ന സിറ്റുവേഷൻ പതുക്കെ അവരേതിലേക്ക് പോകുന്നുണ്ട്? തെറ്റായ മാർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നമ്മുടെ നാടിന് മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് യങ്സ്റ്റേഴ്സാണ് കൊണ്ടുവരിക. ഇഫ് ദി യങ് ഓൺടർപ്രണേഴ്സ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, അവർ ലഹരി കൊണ്ടുപോകുന്ന കാരിയേഴ്സായിട്ട് അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ, വിതരണം ചെയ്യുന്ന കാരിയേഴ്സായിട്ട് അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് അവർക്ക് കൺട്രിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുക? നത്തിങ് ദേ ക്യാൻ ബ്രിങ്. ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സ്റ്റുഡൻസ് ആർ ഫുള്ളി എനർജറ്റിക് ആൻഡ് ദേ ആർ റെഡി ടു ഡു എനിത്തിങ് ന്യൂ. കാരണം പുതിയ ഐഡിയകളായിട്ട് നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടികൾ എത്രയോ പേര് ലോക്ക്ഡൗണിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കോപ്പറേഷൻ കുട്ടികളും എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഒരു പേഴ്സണിൻ്റെ എന്താ പറയുക, പല രീതിയിലും അവരുടേതായ അഗ്രികൾച്ചർ ഫീൽഡ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷറീസ്, അതായത് ഒന്നെങ്കിൽ ഫിഷറീസ് സ്റ്റൈല്, അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൻ്റെ കാര്യത്തിൽ, ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിൽ എത്രയോ കുട്ടികൾ നല്ല ഐഡിയാസോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് തന്നെ, നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നിന്ന് തന്നെ നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെ വി ക്യാൻ ഡു ടു അവർ സെൽഫ് ആൻഡ് ടു ദി സൊസൈറ്റി എന്നുള്ള കാര്യങ്ങൾ. സോ യു ആർ ഹാവിങ് എ വെരി ഗുഡ് ഐഡിയ, യു ആർ ഹാവിങ് എ ഗുഡ് സ്ട്രെങ്ത് ഇൻ യു ആൻഡ് യു ആർ ഹാവിങ് ദി കപ്പാസിറ്റി, എബിലിറ്റി ടു ഡു എവറിത്തിങ്. ജസ്റ്റ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് തരുന്നതിലൂടെ അവർ കണ്ടെത്തുന്നത് നമ്മുടെ ഗുഡ് വൈബ്സ് ഉള്ള ആൾക്കാരിനെയാണ്, ഗുഡ് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരിനെയാണ്. ദേ ആർ ഫൈൻഡിങ് ഔട്ട് ദ പേഴ്സൺസ് ഹു ഹാവിങ് ഇൻട്രസ്റ്റ്
സോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചെറിയ ആൾക്കാരനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അവരെ ഈസിലി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കതിലെ ഇൻട്രസ്റ്റോ നമുക്കതിലെ ടാലൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ പിക്കപ്പ് വെരി ഈസിലി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. EDP may be defined as program designed to help an individual in strengthening his entrepreneurial motive and in acquiring skills and capabilities necessary for playing his entrepreneurial role effectively എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ ദൗത്യം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ how to set up a new business unit, how to prepare a project report, what are the sources of finance, how we can collect the finance, restrictions, licenses, incentives, how we can get subsidies from the government. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് നമുക്ക് നോളജ് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ത്രൂ ട്രെയിനിങ് പ്രോഗ്രാംസ് we can find answers for the questions. So what project you are going to select, on what basis you are going to select a project, how you are going to prepare your project report, how you are going to measure the feasibility, how you are going to collect finance from which sources എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ how you can avail the incentives or subsidies which are declared by the government for the entrepreneurs. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കും, എവിടെ നിന്ന് നേടിയെടുക്കും? ഇതിൻ്റെ ഒരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസിങ് എങ്ങനെയാണ്? സോ വിച്ച് അതോറിറ്റി വി ഹാവ് ടു, നമ്മൾ ആരിനാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അത് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ED പ്രോഗ്രാംസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, so thus EDP may be defined as an organized program of identifying potential entrepreneurs and motivating them to start ventures of their own by inculcating entrepreneurial traits and imparting technical and managerial skills. എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സ്പാർക്ക് ഉണ്ടായിരിക്കും. So what is it we are going to do is identifying the right persons and giving them proper training so that they can start up their venture on their own. അവർക്കൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ആൻഡ് ദെൻ അവർക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സ്കിൽസും മാനേജീരിയൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. So that is why, that is the reason it is they are finding for conducting the ED programs. ED program conduct ചെയ്യേണ്ട ഒരു റീസൺ അതാണ്, finding out the right personalities, right persons to start up the ventures എന്നുള്ളതാണ്. on their own നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ we should know everything about it എന്നുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാലാണ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ ആയാലും നമ്മൾ എന്താണോ ചെയ്യാൻ പോണത് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണമെന്നുണ്ടെങ്കിൽ we should go in deep understanding, we should go to the root of the cause എന്നുള്ളതാണ്. ഓക്കെ, and then so we'll see the need for EDP. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻസ് വരുന്നത് ഡെവലപ്പ് ദോസ് ഫസ്റ്റ് ജനറേഷൻ entrepreneurs who on their own cannot become successful owners of enterprises. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ജനറേഷൻ entrepreneurs അത് സെക്കൻഡ് ക്ലാസ് ആണെന്ന് തോന്നുന്നു, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഓൺടർപ്രണേഴ്സ് ആയത്? അവരുടെ കയ്യിൽ കുറച്ച് they are having some amount of money, so they have to do something and they have their own idea. അവരെന്ത് ചെയ്യാണ്? ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ഇറ്റ് ഈസ് ഓൺലി ദ ഇൻട്രസ്റ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓൺടർപ്രണർ. അയാളുടെ ഇഷ്ടം കൊണ്ട് മാത്രം അയാൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കാം.
സോ അതിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ആർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്? ഈ ഓൺട്രപ്രണർക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ അതിനോട് ടേസ്റ്റുള്ള കുറച്ച് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമായിട്ടുണ്ടായിരിക്കും, അവരെങ്ങാനും പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷെ മോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ആർ ഡംപ്ഡ് ഇൻ ദി വെയർ ഹൗസ്. സോ ഹി ഈസ് നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ. സോ സക്സസ്ഫുൾ ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എത്രയാണോ അതിനനുസരിച്ച് അവിടെ ഡിമാൻഡ് ഉണ്ടായിരിക്കണം മാർക്കറ്റിൽ. ഒരു സാധനം പോലും വെയർ ഹൗസിൽ നമുക്ക് നിൽക്കാനായിട്ട് പാടില്ല. നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വെയർ ഹൗസിലേക്ക് വയ്ക്കുമ്പോഴേക്കും ഡിമാൻഡ് അവിടെ ഇൻക്രീസ് ചെയ്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകണം. ആൻഡ് ദെൻ വൈൽ യു വർ ഇൻ 3rd സെമസ്റ്റർ നമ്മൾ PBSൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ദ റിയൽ സക്സസ് എന്നുള്ളത്. ഓക്കെ, നമ്മളിങ്ങനെ ബിസിനസ് ചെയ്ത് ഇങ്ങനെ വിജയിച്ച് പോവാനും ശരിക്കുള്ള വിജയം എന്താണ്? മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പണം കൃത്യമായിട്ട് വിനിയോഗിക്കുമ്പോഴും മാത്രമാണ് നമ്മൾ സക്സസ് ആവുള്ളൂ. അതല്ലാതെ നമ്മൾ സക്സസ് ആവില്ല. ഓക്കെ, അതിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ കോണ്ടൻറ്റ്, ഇതെല്ലാം അതിൻ്റെ രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമ്മളൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സായിട്ട് മാറുള്ളൂ. സോ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് പല ഓൺട്രപ്രണേഴ്സും സക്സസ് ആയിട്ടില്ല. ദേ വർ അറ്റ് എ ഫെയിലിയർ. സോ വാട്ട് വർ ദ റീസൺസ് ഓഫ് ദ ഫെയിലിയർ എന്നുള്ളതാണ്. സോ റീസൺസ് കണ്ടുപിടിച്ചിട്ട് അവരിനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് വി ആർ മേക്കിംഗ് ദം സക്സസ്ഫുൾ ഇൻ ദാറ്റ്. ഓക്കെ, അതേപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പീപ്പിളിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് യൂത്തിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൻഡ് അവർക്ക് നല്ല സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. അത് തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സക്സസ്ഫുൾ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഫാസ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളത്, ഒരു ബിസിനസ് സ്ഥാപനം പെട്ടെന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗത്തിലാവാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ, നല്ല എന്താ പറയുക കഴിവുള്ള യൂത്തിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അവർക്ക് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെ വി ആർ ഗിവിങ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദ യങ് ഓൺട്രപ്രണേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ മൂവ് ഓൺ വിത്ത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് EDP. ED പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അവർക്ക് ആകെ കൂടി 2 തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സും മറ്റൊന്ന് ലോങ് ടേം ഒബ്ജക്റ്റീവ്സും. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ED പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ED പ്രോഗ്രാം നമ്മൾ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവരിന് ദാറ്റ് ഈസ് 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവിൽ വരുന്നത് എന്താണ്? പെട്ടെന്ന് ദാറ്റ് ഈസ് അവരുടെ ഈ ട്രെയിനിങ് സെഷൻ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലുടൻ അവരിന് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റോ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷൻ അവർ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും അതിൻ്റെ സെറ്റിംഗ് അപ്പും അതിലവരിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടു നോ ആൻഡ് ടു ഇൻഫ്ലുവൻസ് സോഴ്സ്, അവർക്ക് എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരു പേഴ്സണിനെ ഒരു വെഞ്ചർ എടുക്കാനായിട്ടുള്ള ഒരു മെൻറ്റൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും സൈലൻ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ചിലപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസ് ചിലപ്പോൾ ഒന്നും പറയില്ല, പക്ഷേ അവരുടെ മനസ്സിൽ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കാം, നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കാം. അതുമാത്രം മതി. അവർ നമ്മളെ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും നമ്മൾ പിന്തിരിപ്പിക്കണില്ല. ബട്ട് ദേ ആർ ഗിവിങ് എ സൈലൻറ്റ് സപ്പോർട്ട് ടു അസ്. അപ്പോൾ അതേപോലെ മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. കാരണം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്.
entrepreneur എന്തായി മാറാണ്, ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിട്ട് മാറാണ്. They are going to set up a entrepreneurship. They are going to set up a big business, which the future is uncertain എന്നുള്ളതൊക്കെയാണ്. അപ്പം നമുക്കൊരു ഉറപ്പുമില്ലാത്തൊരു ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. പക്ഷെ നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കല്ല ചെയ്യണത്. പക്ഷെ സൈലൻ്റായിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് നമുക്ക് തരിക എന്നുള്ളതാണ്. അതും കൂടിയും ആരുടെ ഒബ്ജക്റ്റീവാണ്? ED പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റീവും കൂടിയാണ്. ഓക്കെ, ഇനി ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ മെയിൻ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏരിയ സെലക്ട് ചെയ്യാണ്. ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള പേഴ്സൺസ് അവർക്ക് ഓൺട്രപ്രണറൽ ആക്ടിവിറ്റീസിലേക്ക് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, അവർക്ക് ആവശ്യമായിട്ടുള്ള നെസസറി നോളജ് ആൻഡ് ദെൻ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാം, ടു ഇമ്പാർട്ട് ബേസിക് മാനേജീരിയൽ അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ എന്താണ്, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴാണ് നമ്മളതൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, എപ്പോഴാണ് ഒരു മൈക്രോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, എപ്പോഴാണ് ഒരു മീഡിയം സൈസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ഓൺട്രപ്രണർ ആയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. എപ്പോഴും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ നല്ല വശങ്ങളും മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. അതാണ് ആ ഒരു ഫിലിമിൽ, നമ്മുടെ മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെ ഫിലിമിലും അതിൽ എനിക്ക് ഫിലിമിൻ്റെ പേര് മറന്നുപോയി പെട്ടെന്ന്, പക്ഷേ അതിൽ ആ സീൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. ഓക്കെ, അവർ ഒരു പശുവിനെ മേടിക്കുന്നതും 12 ലിറ്റർ കറക്കുന്ന അല്ലെങ്കിൽ പാല് തരുന്ന ഒരു പശുവിനെ അവർ മേടിച്ചു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, അതിനാവശ്യമായിട്ടുള്ള പിണ്ണാക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുകയാണ്. നാളെ മുതൽ 12 ലിറ്റർ പാല് കറന്ന് അവർ കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മനോഹരമായ ഒരു സ്വപ്നമുണ്ട് അവർ. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഓക്കെ, ആ ഇൻകം കൊണ്ട് അവരെവിടെ വരിക്കും എത്തി എന്നുള്ളതാണ്. ആ ഇൻകം വരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നുണ്ടാവും, ഞാൻ പറയുന്ന സീൻ എല്ലാവർക്കും ഓർമ്മയിൽ. ആ ഇൻകം വെച്ച് അവരുടെ ഡ്രീമിൽ അവരെവിടെ വരിക്കും എത്തി എന്നുള്ളതാണ്. സോ വെൻ ദേ കെയിം ടു റിയാലിറ്റി വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്നുള്ളതാണ് അല്ലേ. അവർ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു 5 ലിറ്റർ പോലും നമുക്ക് പാല് തരുന്നില്ല എന്നുള്ളതാണ്. So what they are going to do? 7 liters of milk 7 liters of water they are going to pour into it. അല്ലേ, അവരുടെ ഡ്രീംസും അവരുടെ കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് തകർന്നു. അവർ അത് മേടിക്കാൻ പോകുമ്പോൾ അവർ ചിന്തിച്ചില്ല, സപ്പോസ് ഇത് 12 ലിറ്റർ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 പശുക്കളായിട്ട് നമുക്ക് മേടിച്ചാൽ മതിയായിരുന്നോ? അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരുന്നില്ല. ഇതിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് ചിലപ്പോൾ നമുക്കത് കിട്ടിയേനെ എന്നുള്ള ചിന്തിക്കാനുള്ള ബോധം അവർക്ക് വരുന്നില്ല. സോ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് വി ഗോ ഓൺലി വിത്ത് പോസിറ്റീവ് ബേസ് നമ്മൾ പോവുകയാണ്, പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് നടന്നില്ലെങ്കിൽ യു ഹാവ് ടു റീതിങ്ക്. So that is why I am always saying that you think positively, but also see what are all the negatives which can come against you. So what you are going to do when you have the negatives കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷനിൽ പകച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് മുന്നൊരുക്കം എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ, ഒരു ഓൺട്രപ്രണർ ആകുമ്പോൾ എന്തൊക്കെ റിസ്ക്കുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് അതിലെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ റിസ്ക്കുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാം. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ്, ടു ഇൻഡസ്ട്രിയലൈസ് റൂറൽ ആൻഡ് ബാക്ക്വേർഡ് റീജിയൻസ്, ടു പ്രൊവൈഡ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ടു എഡ്യൂക്കേറ്റഡ് യൂത്ത്. നമ്മളതാണ് നോക്കുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നാടിൻ്റെ ഏറ്റവും, ദാറ്റ് ഈസ് എക്കോണമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി വിത്ത് ദി
interest of the entrepreneurs. So they can bring in the changes, they can bring in the new ideas, they can develop the country എന്നുള്ളതാണ്. സോ ഐഡൻറ്റിഫൈങ് ദി റൈറ്റ് പേഴ്സൺസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ED പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ഒന്ന് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവും മറ്റൊന്ന് ലോങ് ടേം ഒബ്ജക്റ്റീവും. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പ്രോഗ്രാമിന് ശേഷം നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തണം, പിന്നെ അതിൻ്റെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ അതോറിറ്റി, അതിൻ്റെ ലൈസൻസിങ്, അതിൻ്റെ പേപ്പേഴ്സ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണോ അത് ചെയ്യുക എന്നുള്ളതാണ്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ സിറ്റി അതല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റേറ്റ് അവർ സെലക്ട് ചെയ്യുക, ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റ്, ആ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുക, അവരെ നമുക്ക് ഓൺട്രപ്രനർ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ദിസ് ഈസ് അബൌട്ട് ദി ലോങ് ടേം ഒബ്ജക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൽ വരുന്നത് ഈ ED പ്രോഗ്രാമിൽ 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. So we are having 3 broad types of phases. That is initial or pre-training phase എന്നുള്ളതാണ് first one. Second one is development phase, അതല്ല എന്നുണ്ടെങ്കിൽ training phase. And third one is post-training or follow-up phase ആണ്. ഇതാണ് 3 കാര്യങ്ങൾ. ഒന്ന് നമുക്ക് പ്രീ ട്രെയിനിങ്ങും, മറ്റൊന്ന് ട്രെയിനിങ്ങും, തേർഡ് വൺ പോസ്റ്റ് ട്രെയിനിങ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ, ഡെവലപ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ്. അങ്ങനെ 3 കാര്യങ്ങളായിട്ടാണ് നമുക്കത് ഫേസസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫേസസ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് ഫേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ദ മെയിൻ ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നത് ക്രിയേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രെയിനിങ്, preparation of training syllabus, arrangement for inauguration of the program, designing tools and techniques, publicity campaign and development of application form. So ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ട്രെയിനിങ് ആണ്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദ പ്രീ ട്രെയിനിങ് ഫേസ് എന്നുള്ളതാണ്. സോ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു റൂമോ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും അവർക്ക് വേണം. ആൻഡ് ദെൻ ആ ഒരു ട്രെയിനിങ് എത്ര ദിവസമാണ്? ഒരു 1 വീക്കാണോ 2 വീക്സ് ട്രെയിനിങ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള സിലബസ് എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൽ പഠിപ്പിക്കേണ്ടത്? അല്ല, എന്തിനും നമുക്കൊരു സിലബസ് വേണം. ഇപ്പോൾ ഒരു ദിവസം ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും പോലും നമുക്ക് എന്തൊക്കെ ഇന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്, എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോണത്, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ തോന്നിയത് പറയും. തോന്നിയത് എന്താ പറയുക, നമുക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പറഞ്ഞേക്കാം, വിചാരിച്ചതിനേക്കാളും കുറവ് പറഞ്ഞേക്കാം. ക്ലാസ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നും പറയാം, കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നും പറയും. സോ അങ്ങനെ ഒരു വ്യക്തതയില്ലാത്തൊരു രീതിയാവരുത്. സോ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സിലബസ് വേണം. നമ്മളെ എന്താണ് ഈ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ട്രെയിനിങ് സെഷൻ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ട്രെയിനിങ് സിലബസിൽ വേണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഈ പ്രോഗ്രാം ഇനാഗുറേഷൻ നടത്തണ്ടേ? ട്രെയിനിങ് അങ്ങനെ നേരെ കയറി വന്നിട്ട് നമുക്ക് രാവിലെ എൻ്റെ ഗുഡ് മോർണിംഗ് തന്നെ ട്രെയിനിങ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. സോ ഫോർ എവറി പ്രോഗ്രാം any one person who related to that field has to inaugurate that. ആ ഒരു സെഷൻ ഇനോഗ്രേഷൻ നടത്തണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, അതേപോലെ തന്നെ ട്രെയിനീസിന് ടൂൾസും അതിന് ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതേപോലെ തന്നെ പബ്ലിസിറ്റി പരമാവധി യങ്സ്റ്റേഴ്സിനെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. ആൻഡ് ദെൻ ഇവർക്കൊക്കെ വരുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റേതായ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ സെറ്റപ്പ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രീ ട്രെയിനിങ് ഫേസിൽ വരുന്നത്. സോ ബിഫോർ കണ്ടക്ടിങ് എ ട്രെയിനിങ് വി ആർ ഹാവിങ് എ പ്രീ ട്രെയിനിങ് ഫേസ്. ഇൻ ദാറ്റ് we are making a proper planning. So what we have to do with the trainees, how we are going to arrange the programs, who is going to inaugurate the session, and what are all the tools we are going to give for the trainees. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം.
അപ്പോൾ നമുക്കൊരു 3 ദിവസം അവിടെ താമസിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസും നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി അതല്ല വന്ന് പോകുന്ന ഇറ്റ് ഈസ് 2 or 3 days നമുക്ക് ഡെയിലി വന്ന് പോകാനുള്ള സൗകര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫേസാണ്. ഡെവലപ്മെൻറ്റ് ഫേസിൽ എന്തൊക്കെയാണ്? ദേ ആർ ഗിവൻ പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സ് ഇൻ ഏരിയാസ് ലൈക്ക് മാർക്കറ്റ് സർവേ, പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ്. അതായത് ഇനിയൊരു ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇതിന് നമ്മളെ എലിജിബിൾ ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. സോ അതിലേക്കായിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇനി മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക? ഡയറക്റ്റ് മാർക്കറ്റ് സർവേക്ക് നമ്മൾ വിടുകയാണ്. ഓക്കെ, മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്റ്റ്സ് എങ്ങനെ നമുക്ക് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഏരിയാസിലൂടെയാണ് ട്രെയിനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്, അതിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു മീറ്റ് ദി പീപ്പിൾ. അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാരിനെ നമ്മൾ കാണുകയും അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പഠിക്കുകയും നമ്മൾ ചെയ്യാം. ആൻഡ് ദെൻ ഇസ് പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ് ഫേസ് എന്നുള്ളതാണ്. പോസ്റ്റ് ട്രെയിനിങ് ആൻഡ് ഫോളോ അപ്പ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ദി ട്രെയിനിങ്, that is EDP aim at developing the right type of caliber and motivation among the potential entrepreneurs. എത്ര പേരാണ് അവരുടേതായ സ്വന്തം രീതിയിൽ എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ദ ട്രെയിനിങ് ദേ ആർ ഫോളോയിങ് അസ് വാട്ട് വി ആർ ഡൂയിങ്. അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ അവർ തന്നിട്ടുള്ള ട്രെയിനിങ് ബിഗ് സീറോ എന്ന് പറയും. ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് വിജയിച്ചു എന്നറിയാം. ഇനി അതല്ല, കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരു കുഴപ്പമില്ലാണ്ട് അവർ നല്ല ഇതിൽ അവർ ഫുൾ ഫ്ലെഡ്ജിൽ അവർ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ ഫ്ലോയിൽ അവർ പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫുൾ സ്വിങ്ങിൽ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ട്രെയിനിങ് ഒരു സക്സസ് ആയിരുന്നു, ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഒരു സക്സസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പ്രാക്ടിക്കലായിട്ടുള്ള നോളജും അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് ഇനി അതിലെന്തെങ്കിലും ഫോളോ അപ്പ് നടത്തുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും. ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ അവർ പെട്ടുപോയതായിരിക്കാം, ചിലപ്പോൾ അവർക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അവർക്ക് നല്ലൊരു ബിസിനസ്മാനായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് കഴിഞ്ഞു, ഇനി നിങ്ങളും ഞങ്ങളും തമ്മിലൊരു ബന്ധമില്ല, അങ്ങനെയല്ല. സോ ദേ ആർ ഓൾസോ വിത്ത് ദ പീപ്പിൾ ആൻഡ് ദേ ആർ ഗിവിങ് ദെയർ എൻറ്റയർ സപ്പോർട്ട് അറ്റ് ദ ടൈംസ് ഓഫ് ബോട്ടിൽ നെക്ക്. നമ്മൾ പല പ്രശ്നങ്ങൾ ചാടുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കുറവുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് പെടുമ്പോൾ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ റിട്രീവ് ചെയ്ത് പോരാനായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പോസ്റ്റ് ട്രെയിനിങ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ഫേസിൽ നമ്മൾ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കോഴ്സ് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നോക്കും. ഇപ്പോൾ കരിക്കുലം ഓഫ് EDP നമ്മൾ ED പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്താണ് കോഴ്സ് കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടെക്നിക്കൽ നോളജ് സ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ്, ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ. ആൻഡ് ദെൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, സപ്പോർട്ട് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സിസ്റ്റംസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. മാർക്കറ്റ് സർവേ, മാനേജീരിയൽ സ്കിൽ, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആൻഡ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കോഴ്സ് കണ്ടൻറ്റിൽ വരുന്നത്. എന്താണ് അപ്പോൾ അതിൽ പറയുന്ന ടെക്നിക്കൽ സ്കിൽസ് എന്താണ്, നോളജ് എന്താണ്? ഒരു പ്രോസ്പെക്റ്റീവ് ഓൺട്രപ്രണർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് എ ഡീപ്പ് നോളജ്
of the technical aspects of the trade he has chosen. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രേഡ് ഏതാണ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫീൽഡ് ഏതാണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ നോളജ് വേണം. 3-4 കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നമ്മൾ വിസിറ്റ് ചെയ്യണം. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്, ലേറ്റസ്റ്റ് ടെക്നോളജി എവിടെയാണ് അതിൻ്റെ അവൈലബിലിറ്റി എന്നുള്ളത് നോക്കുക. അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൽഡ് പേഴ്സൺസ് എവിടെയാണ് അവൈലബിലിറ്റി കൂടുതൽ എന്നുള്ളത് നോക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. And then is motivation training ആണ്. Motivation training, the purpose of motivation training is to induce and increase the need for achievement among the participants. നമുക്കൊരു അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ്, ഒരു നീഡ് ഉണ്ടെന്നുണ്ടെങ്കിലാണ്, ഒരു തേഴ്സ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മളത് അച്ചീവ് ചെയ്യുള്ളൂ. ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദ തേഴ്സ്റ്റ്, ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദ ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ്, പിന്നെ നമ്മളവിടെ അച്ചീവ് ചെയ്യില്ല. നടക്കണ പോലെ അങ്ങോട്ട് നടക്കട്ടെ, അതല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ എ ഡിഫറെൻറ്റ് വേ അതിൽ സക്സസ് ആവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് തേർഡ് വൺ ഈസ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. സോ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനേജീരിയൽ ആക്ടിവിറ്റീസ്, ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദേ ഷുഡ് ബി ഗിവൻ നെസസറി ഗൈഡൻസ് ഓൺ പ്രൊജക്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷൻ. ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പോസിബിൾ ആവൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻറ്റിൽ 12 ലിറ്റർ പാല് തരുന്ന ഒരു പശുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. അവരുടെ വിചാരം 365 ഡേയ്സും 12 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് അവർക്ക് കിട്ടുമെന്നാണ് അവർ ചിന്തിച്ചത്. സോ അതിൻ്റെ പ്രാക്ടിക്കൽ വയബിലിറ്റി, അതിൻ്റെ ഫീസിബിലിറ്റി, ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ഈസ് ഗുഡ്, ഇഫ് ഡസ് നോട്ട് ഹാപ്പൻസ് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് എന്നുള്ളത് മനസ്സിലാക്കിയില്ല. അതോട്ട് അവരെല്ലാ ഡ്രീമും തകർന്നു എന്നുള്ളതാണ്. സോ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി വയബിലിറ്റി നോക്കുക. അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ. ഒരു പ്രൊജക്റ്റ് അങ്ങനെ ചാടിക്കയറി ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പ്രൊജക്റ്റ് നമ്മൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യണം, കൃത്യമായിട്ടുള്ള കൺസിഡറേഷൻ വേണം, കൃത്യമായിട്ടുള്ള നോളജ് വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ദെൻ സപ്പോർട്ട് സിസ്റ്റംസിൽ വരുന്നത്, ഇൻ ഓർഡർ ടു ലോഞ്ച് എ ന്യൂ വെഞ്ചർ ദി ഓൺടർപ്രണർ requires assistance and support of many institutions like agencies, banks, other financial institutions, industrial service corporation. ഇതിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം. ബാങ്കിൻ്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീലിങ്സ് എങ്ങനെയാണ്, ആരിനെയൊക്കെയാണ് സമീപിക്കേണ്ടത്, ഏതൊക്കെ ഏജൻസാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തതയാണ് നമുക്ക് സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ തരുന്നത്. ആൻഡ് ദെൻ ഇസ് മാർക്കറ്റ് സർവേ. മാർക്കറ്റ് സർവേയിലൂടെ തരുന്നത് എന്താണെന്ന്, പാർട്ടിസിപ്പൻസ് ഷുഡ് ബി ഗിവൻ ഓപ്പർച്യൂണിറ്റീസ് ടു ആക്ച്വലി കണ്ടക്ട് മാർക്കറ്റ് സർവേ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലുണ്ട്, മാർക്കറ്റ് സർവേ നമ്മൾ ഡയറക്റ്റായിട്ട് ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മാനേജീരിയൽ സ്കിൽ, നമുക്ക് ഫിനാൻസിലായാലും പ്രൊഡക്ഷനിലായാലും മാർക്കറ്റിങ്ങിലായാലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ മാനേജീരിയൽ സ്കിൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇൻഡസ്ട്രിയൽ വിസിറ്റ്, പ്രാക്ടിക്കലായിട്ട് ഓരോ ഇൻഡസ്ട്രീസിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു നോളജ്. ആൻഡ് ദെൻ പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന മിഷനറീസിൻ്റെ കാര്യങ്ങൾ, അസറ്റ്സിൻ്റെ കാര്യത്തിലായാലും, അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും, ഹൗ വി ആർ ഗോയിങ് ടു പ്രൊക്യൂർ ദ ഫിനാൻസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ദി പ്രൊജക്റ്റ് എന്നുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് ED പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തിനെ കുറിച്ചിട്ടായിരുന്നു, ED പ്രോഗ്രാം എന്താണ്, ED പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ED പ്രോഗ്രാം, ED പ്രോഗ്രാമിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, ആൻഡ് ദെൻ നമ്മുടെ കോഴ്സിൽ വരുന്ന
കോണ്ടൻറ്റ് എന്താണ്, അല്ലെങ്കിൽ കരിക്കുലം എന്താണ്, സിലബസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കിയിട്ടുള്ളത്. ഓക്കെ, സോ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. I hope so. And if you have any doubt, please feel free to ask me. Thank you.